ആമേൻ. ആമേൻ. ദൈവസന്നിധിയില് കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിനം നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കടന്നുവന്ന എല്ലാവരെയും ഓർക്കുന്നു. ആമേൻ. ദൂരത്തും ചാരത്തും ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വചനം കേൾക്കുവാനും പഠിക്കുവാനെല്ലാം ദൈവം നമുക്ക് ഒരുക്കി തരുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 270 സെക്ഷനിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ആമേൻ. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചതിനായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അവിടുത്തെ കൃപയല്ലാതെ അവിടുത്തെ ആമേൻ കരുണയാണ് നമ്മളെ ഇത്രത്തോളം വഴി നടത്തിയത്. ആമേൻ. ഇപ്രകാരം ആമേൻ നമ്മൾ ചിന്തിച്ചിട്ടല്ല ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം നമുക്ക് ഒരുക്കി തന്നത്. നമ്മളാരും പരസ്പരം കണ്ടിട്ടില്ല എങ്കിലും ആമേൻ നമ്മൾ ഇങ്ങനെ കർത്താവിന്റെ സ്നേഹബന്ധത്തിൽ ഇപ്രകാരം ഒരു കൂട്ടായ്മയിൽ കടന്നു വരുവാനും പരസ്പരം ആമേൻ പരിചയപ്പെടുവാനും പ്രാർത്ഥിക്കുവാനും തിരുവചനം കേൾക്കുവാനും എല്ലാം ദൈവം നമുക്ക് ഇപ്രകാരം അവസരങ്ങളെ ഒരുക്കിയല്ലോ. എല്ലാത്തിനായും നന്ദിയോടെ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അല്പനേര ചിന്തയ്ക്കായി തിരുവചന ഭാഗമെടുപ്പാനായി കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയമായി ഞാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു വിഷയം എന്ന് ചോദിച്ചാൽ ആമേൻ ഫലം കായ്ക്കുക എന്നുള്ളൊരു വിഷയമാണ് അല്പനേരം സംസാരിപ്പാനായി കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ബീയിങ് ഫ്രൂട്ട്ഫുൾ. ആമേൻ. നമുക്ക് ആമേൻ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫലപ്രദമായി ഫലം കായ്ക്കുക, അല്ലെങ്കിൽ ആമേൻ കർത്താവിനായി ഫലം കായ്ക്കുക എന്നുള്ള ആമേൻ വിഷയം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ചയാണ് ഫലം കായ്ക്കുക എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൗമികമായി നോക്കിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വളർച്ച. അത് അവരുടെ ബിസിനസ് മേഖലയിലായാലും പഠന മേഖലയിലായാലും അവരായിരിക്കുന്നതായ ജോലി മേഖലകളിലായാലും കുടുംബ ജീവിതത്തിലായാലും പല ഭൗമികമായ എല്ലാ മേഖലകളിലും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വളർച്ച, അല്ലെങ്കിൽ പുരോഗതി, പ്രോഗ്രസോ പ്രൊമോഷനോ എന്ന പല നിലകളിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയും. എന്നാൽ നമ്മളിൽ എത്ര പേർ യഥാർത്ഥമായി ആത്മീയ വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മീകമായി ആമേൻ പുരോഗതി പ്രാപിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ എത്ര പേർ ചിന്തിക്കുന്നു എന്നത് ഒന്ന് പരിശോധിക്കാൻ ആമേൻ ദൈവം നമുക്ക് ഈ ദിനം അല്ലെങ്കിൽ ഈ സമയം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന, കർത്താവ് ഏറ്റവും ഉത്കണ്ഠയോടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത്. നമ്മുടെ യേശു കർത്താവ് ഭൗമിക ജീവിതത്തിൽ 33.5 വർഷം ഭൂമിയിലായിരുന്നപ്പോൾ പല നിലകളിൽ ദൈവത്തിന്റെ വചനം തൻ ശിഷ്യന്മാരോട് അറിയിച്ചു. അവിടെ എല്ലാം കർത്താവിന്റെ വചനത്തിന്റെ ശുശ്രൂഷയുടെ എല്ലാ നിലകളിലും പല മേഖലകളിൽ ആ വചനങ്ങൾ എത്തുമ്പോഴെല്ലാം നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയുന്നത് കർത്താവ് ശിഷ്യന്മാരിൽ ആഗ്രഹിച്ച വലിയൊരു കാര്യം എന്ന് ചോദിച്ചാൽ അവരുടെ എല്ലാം ആത്മീക വളർച്ച കർത്താവ് ആഗ്രഹിച്ചിരുന്നു. കർത്താവിന്റെ പ്രസംഗത്തിലായാലും കർത്താവിന്റെ ഉപമകളിലായാലും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിലായാലും എല്ലാം കർത്താവ് ആഗ്രഹിച്ചത് വളരുക എന്നുള്ള വിഷയമാണ്. യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകനും പറഞ്ഞത് ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ളത് യോഹന്നാൻ സ്നാപകനും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വളർച്ച, ആത്മീക വളർച്ച എന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട, ഈ കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു ആത്മീയ ചിന്തയാണ്. കാലത്തിനൊത്തവണ്ണം ഓടണമെന്ന് ലോകത്തിലെ ആളുകൾ പറയുമ്പോൾ ആത്മീയരായ നമ്മുടെ ജീവിതത്തിൽ കാലത്തിന്റെ ഒത്തവണ്ണം ആത്മീകമായി നമ്മൾ വളരണമെന്നതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇന്ന് നമ്മളായിരിക്കുന്ന കാലഘട്ടം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായ കാലഘട്ടമാണ്. പല ദുരുപദേശങ്ങളുണ്ട്, പലവിധമായ കള്ളങ്ങൾ പ്രചരിക്കുന്ന കാലമാണ്, പല ഭൂതോപദേശങ്ങൾ ഉള്ളതായ ദുരുപദേശങ്ങളുള്ള കാലഘട്ടമാണ്. എന്നാൽ അതിന്റെ നടുവിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ആത്മീക വളർച്ച നമുക്ക് ആവശ്യമാണ്. ആത്മീക വളർച്ച എന്ന് പറയുമ്പോൾ ആത്മീക പക്വതയെ അതിനെ കാണിക്കുകയാണ്. പക്വതയോടെ ആ കാര്യങ്ങളെ നേരിടുവാൻ, അതിനെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപയാണ് ആത്മീക വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ ശിശുവായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആത്മീക വളർച്ച പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമ്മൾ കാലങ്ങൾ മുൻപോട്ട് പോകുന്തോറും സമയങ്ങൾ മുൻപോട്ട് പോകുന്തോറും ദൈവം നമ്മിൽ നിന്നും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ആത്മീക വളർച്ച. നമ്മുടെ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ
നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യേ വളരുന്നുണ്ട്. ഓരോ വർഷവും അവർ വളർച്ച പ്രാപിക്കണം എന്നതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു, അവർക്ക് വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമ്പോഴും അവർ വളർച്ച പ്രാപിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ഏത് സ്നേഹമുള്ള ഒരു അപ്പനായാലും അമ്മയായാലും തന്റെ കുഞ്ഞ് എന്തുകൊണ്ട് വളരുന്നില്ല എന്ന് 100% ചിന്തിക്കാത്ത ആരും ഉണ്ടാകില്ല, ഞാൻ വിശ്വസിക്കുകയാണ്. അത് അങ്ങനെ ഭൗമികമായി നമ്മൾ സ്വന്തം മക്കളെ കുറിച്ച് വിചാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതായ ആടുകളുടെ വളർച്ച എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നത് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയുവാനായിട്ട് കഴിയും. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആത്മീക വളർച്ച. ഇന്ന് നമ്മൾ ഓഗസ്റ്റിന്റെ അവസാന തൊട്ട് തലേ ആഴ്ചയിൽ വന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ച 31-ാം തീയതിയിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ സെപ്റ്റംബറിലേക്ക് കടക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ വളരെ വേഗത്തിലാണ് വർഷങ്ങൾ കടന്നു പോകുന്നത്. ദൈവം അനുവദിച്ചാൽ 26 വളരെ വിദൂരമല്ല നമ്മുടെ മുൻപിൽ. വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. നമുക്ക് പ്രായം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാം അറിയേണ്ട ഒരു വലിയ കാര്യമാണ്, നമ്മൾ ആത്മീകമായി വളരുന്നുണ്ടോ? ആത്മീക വളർച്ച ഞാൻ പ്രാപിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ഇന്ന് രാത്രികാലം പരിശോധിക്കേണ്ടതായ വലിയൊരു കാര്യമാണ്. തീർച്ചയായും നമ്മുടെ ഈ വൈകുന്നേരത്തെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ കേൾക്കുന്ന വചനം അത് തീർച്ചയായും നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്നതായ ദൈവവചനമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവം ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു തിരുവചനം അതിനോടുള്ള ബന്ധത്തിൽ വായിച്ച് അല്പനേരം ചിന്തിപ്പാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് അല്പമായി ചിന്തിച്ച് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ സ്തോത്രം അതിന്റെ 7 വരെയുള്ള 8 വരെയുള്ള വാക്യങ്ങളാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളഞ്ഞ് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്ത ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. വളരെ സുപരിചിതമായ ഒരു ദൈവവചനമാണ് നമ്മൾ ഇപ്പം വായിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. വളരെ ലളിതമായി കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ഒരു ദൈവവചന ചിന്തയാണ് നമ്മൾ വായിച്ചത്. ഇതൊരു ഇത് ഒരു വ്യാഖ്യാനമായി അല്ലെങ്കിൽ ഒരു സാമ്യം അല്ലെങ്കിൽ മറ്റെന്തിനോട് തുല്യതപ്പെടുത്തുന്ന നിലയിൽ മറ്റേ ഒരു ചെടിയോട് അല്ലെങ്കിൽ മുന്തിരിവള്ളിയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഒരു കാര്യം, ഒരു സത്യം തൻ ശിഷ്യന്മാരെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിലാണ് കർത്താവ് അത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിന്റെ ആഴം, അതിന്റെ ആ ഗൗരവം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കത് ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത് ഒരു മുന്തിരി വള്ളിയുടെ കാര്യമാണ് കർത്താവ് പറയുന്നത്. കർത്താവ് മുന്തിരി വള്ളിയാണെന്നും തോട്ടക്കാരൻ പിതാവാം ദൈവമാണെന്നും കൊമ്പുകൾ നാം ഓരോരുത്തരുമാണെന്ന് കർത്താവ് അവിടെ വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ കർത്താവ് ഏറ്റവും ആകർഷത്തോടെ അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് അതിലെ ഫലമാണെന്ന് നമ്മൾക്ക് അതിൽ കൂടെ തന്നെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പഠനം നമ്മെ തന്നെ പരിശോധിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടെ ശോധന ചെയ്യുവാനെല്ലാം ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഒന്നാമത് ഇവിടെ കാണാൻ കഴിയുന്നത് ഫലമില്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അവിടെ വളരെ വ്യക്തമായി ആ വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും
അവൻ നീക്കിക്കളഞ്ഞ് കായ്ക്കുന്നതൊക്കെയും അധികം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഒന്ന് കായ്ക്കാത്ത അനുഭവം കാണുന്നു. ഇനി കായ്ക്കുന്ന അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ഇതിനൊരു ചെറിയൊരു പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കർത്താവ് മുന്തിരിവള്ളിയുടെ അനുഭവത്തെക്കുറിച്ച്, മുന്തിരിവള്ളി ചെടിയുടെ കുറിച്ചെല്ലാം വളരെ പല ഭാഗത്ത് കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പഠനവും പഠിച്ചു കഴിഞ്ഞാൽ മുന്തിരി അല്ലെങ്കിൽ ആ വിനയാട് അല്ലെങ്കിൽ ആ മുന്തിരി തോട്ടത്തോട് ഇസ്രായേലിനോടാണ് ഉപമിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയും. പ്രത്യേകിച്ച് ഒരു വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സങ്കീർത്തനം 80-ാമത്തെ അധ്യായം നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ 80-8 മുതലുള്ള ചില വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ മിസ്രൈമിൽ നിന്നും ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിനെ തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ ദിവ്യദേവദാരുക്കളെ പോലെ ആയിരുന്നു. അത് ഒരു ഭാഗമാണ്. ഇനി മറ്റൊരു ഭാഗം നോക്കിയാൽ യെശയ്യാപ്രവചനം 5-ാം അധ്യായം, ഐസയ്യ ചാപ്റ്റർ 5 വേഴ്സസ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ എൻ്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോടെ എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാകും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെ മുള്ളും അതിൽ മുളയ്ക്കും, അതിൽ മഴ പെയ്യാതിരിക്കുമെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഇപ്പോൾ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് ഉപമിച്ചിരിക്കുകയാണ് മുന്തിരി ചെടിയും അല്ലെങ്കിൽ മുന്തിരിത്തോട്ടവും എല്ലാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഫലം അതിൽ കായ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. നമുക്ക് വളരെ വ്യക്തമായി അറിയാം, യേശു കർത്താവ് ഇസ്രായേലിനെ തേടി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആടുകളെ തേടി കടന്നു വന്ന യേശു കർത്താവിനെ വിശ്വസിക്കാതെ അവർ യേശുവിനെ ക്രൂശിക്കുവാനിടയായി. അവരിൽ ഫലം കാണാതെ പോയത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്നാൽ കൃപയാൽ ദൈവം നമ്മളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് ജാതികളായ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലായിരുന്ന നമ്മെ എല്ലാവരും തെരഞ്ഞെടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ ഫലം കായ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കർത്താവ് നമ്മളെ എല്ലാം തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ ആ ഉപമയിൽ ഫലം കായ്ക്കാത്തൊരനുഭവം ഉണ്ടാകുമെന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ ഫലം കായ്ക്കാത്ത ആ മുന്തിരി ചെടിയെ കർത്താവ് അവിടെ പറയുന്നത് കർത്താവ് നീക്കിക്കളയുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒട്ടുപോലും അവിടെ നിർത്തുവാൻ സാധിക്കാതെ അതിനെ പൂർണ്ണമായി നീക്കിക്കളയുമെന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നിൽ വസിക്കാത്ത ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് ഫലം കായ്ക്കാത്തൊരവസ്ഥ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം നീക്കിക്കളയുന്ന ഒരവസ്ഥയായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. ദൈവസന്നിധിയിൽ അത് വലിയ വില കൊടുക്കേണ്ട സാഹചര്യമാണ്. നമ്മളെല്ലാം നീക്കിക്കളയും. കർത്താവിന്റെ സ്ഥാനം അവിടെ നിൽക്കുവാൻ പോലും കഴിയാതെ വണ്ണം നമ്മളെ പൂർണ്ണമായി നീക്കിക്കളയുന്ന ഒരു സാഹചര്യം ഫലം കായ്ക്കാത്ത ഒരു അനുഭവത്തിൽ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ മത്തായി സുവിശേഷത്തിൽ തന്നെ യോഹന്നാൻ സ്നാപകൻ 3-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. അപ്പോൾ അതൊരു ന്യായവിധിയെ കാണിക്കുന്നു. നമ്മുടെ നാശത്തെയാണ് കാണിക്കുന്നത്.
നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. നമ്മൾ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ, നമ്മൾ അനുസരണക്കേടിൽ ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ നാം ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നാം വസിക്കാതെ ജീവിക്കുന്നുവെങ്കിൽ, തീർച്ചയായും ആമേൻ അനന്തര ഫലം എന്ന് കർത്താവ് വളരെ വ്യക്തമായി കാണിക്കുന്നു. അവനെ എന്നേക്കുമായി നീക്കിക്കളയുകയാണ്. അവനെ തീയിലേക്ക് ാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ദൈവസഭകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അനേകായിരങ്ങൾ സഭകളിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായി ഫലം കായ്ക്കുന്ന വൃക്ഷം ഏതെന്നോ ഫലം കായ്ക്കാത്ത വൃക്ഷം ഏതെന്നോ നമുക്ക് വളരെ വ്യക്തമായി ദർശിച്ചു നോക്കിയാൽ കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ എല്ലാം കാരണം പ്രഥമ ദൃഷ്ടിയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ദർശിക്കുമ്പോൾ ഒന്നും കാണുവാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ പലരും രക്ഷിക്കപ്പെടാത്തവരായിട്ടാണ് ദൈവസഭകളിൽ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൽ ഈ ഒരു വചനഭാഗമാണ് അല്പമായി ചിന്തിക്കാനായിട്ട് ഇടയായത്. ഞങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യം, സഭയിൽ എല്ലാവരും പ്രസന്റ് ആണ്, പക്ഷേ ദൈവമായുള്ള ബന്ധം പലർക്കും കൂട്ടായ്മകളിൽ ഇല്ല. കണക്റ്റഡ് അല്ല ദൈവമായി. വന്നിരിപ്പുണ്ട്, പ്രസന്റ് ആണ്, ശരീരം അവിടെയുണ്ട്. അവരുടെ ഭൗമികമായ ശരീരം അവർ സഭകളിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം ദൈവമായി കണക്റ്റഡ് അല്ല. കാരണം അവർ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാൾ അല്ലായിരിക്കും എന്നതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ദൈവമായുള്ള ബന്ധത്തിൽ അവർക്ക് വസിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. അങ്ങനെ പല നിലകളിൽ പല കാരണങ്ങൾ നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയും. എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്ത സാഹചര്യങ്ങൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ ആ ഒരു ഭാഗം വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്നാൽ നേരെ മറിച്ച് രണ്ടാമത്തെ ഭാഗം നോക്കുകയാണ്, ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച്. നമുക്ക് അല്പനേരം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്തത് എന്ന കാരണവും എങ്ങനെ ഫലം കായ്ക്കാം എന്നുള്ളത് നമുക്ക് അല്പം കഴിഞ്ഞ് ചിന്തിക്കാം. എന്നാൽ ഇതിനിടയ്ക്ക് ഫലം കായ്ക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും കർത്താവ് അവിടെ പറയുന്നുണ്ട്. നമ്മൾ വായിച്ച ആ ഭാഗത്ത് തന്നെ വളരെ വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്, ഇഫ് യു ആർ ഫ്രൂട്ട്ഫുൾ, നമ്മൾ ഫലം കായ്ക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കാണുവാൻ, പലതും അനുഭവിപ്പാൻ, പലതും ദൈവസന്നിധിയിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയുമെന്നത് കർത്താവ് വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫലം കായ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ചോദിച്ചാൽ, ആ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ആദ്യം പറയുന്നുണ്ട്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നത് മോർ ഫ്രൂട്ട് എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ഇനി തൊട്ട് താഴെ ആ അധ്യായത്തിന്റെ 8 വാക്യം വായിച്ചതിൽ സ്തോത്രം, അവിടെ അതിന്റെ 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വീണ്ടും വായിക്കുന്നു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ. അവിടെ മച്ച് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫലം കായ്ക്കുമ്പോൾ ഈ വർഷം കായ്ക്കുന്നതിനേക്കാളും അടുത്ത വർഷം പിന്നെയും കൂടുതൽ കായ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളർച്ച നമ്മിൽ പടിയായി വളരുന്നതായി നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വായിക്കുന്നത്? ആദ്യം മോർ ഫ്രൂട്ട് ആണ്, പിന്നെ മച്ച് ഫ്രൂട്ട് ആണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ യേശു കർത്താവിന്റെ ഉപമകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 30, 60, 100 മേനിയായി ഫലം കായ്ക്കുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രോഗ്രസീവായിട്ട്, അതായത് പടിപടിയായിട്ടുള്ള ഫലം കായ്ക്കുന്ന അനുഭവമാണ് ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് ഒന്നാമത്തെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ പരസ്പരം നിഗളിക്കുവാനോ അല്ലെങ്കിൽ ഉയർച്ച സ്വയം ഒന്നിനുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് നമുക്ക് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അത് കർത്താവിന്റെ കൃപയാണ്. ഫലം കായ്ക്കാത്ത അവസ്ഥയല്ല നമ്മുടെ ജീവിതത്തിൽ. ഫലം കായ്ക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് അല്പം കൂടെ മോറായിട്ട് അല്ലെങ്കിൽ അധികം ഫലം കായ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഒന്നാമത് നമ്മൾ അധികം അല്ലെങ്കിൽ മച്ചായിട്ട് അധികമായി ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. രണ്ടാമത് ഫലം കായ്ക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യം സ്തോത്രം, അതിന്റെ പ്രൈസ് ദി ലോർഡ് നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ അതിന്റെ 8ാം വാക്യത്തിൽ തന്നെ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ദൈവത്തിന്റെ മഹത്വമാണ്
ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും നമ്മുടെ ഇതിൽ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പിതാവാം ദൈവം മഹത്വപ്പെടുകയാണ്. നമ്മുടെ ഓരോ പ്രവർത്തികൾ മുഖാന്തരം, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മുഖാന്തരം കർത്താവിന്റെ നാമം മഹത്വപ്പെടുകയാണ്. നമ്മൾ ചെയ്യുന്നത് പലതും ഒരുപക്ഷെ എല്ലാവരും കാണുകയല്ല നാം ചെയ്യുന്നത്. ഇടം കൈ കൊടുക്കുന്നത് വലം കൈ കാണാതെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലരും കാണാതിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ പലരും കാണാതെയാണ് നമ്മൾ പലതും ചെയ്യുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കാണുന്നു. കർത്താവിന്റെ നാമം ആ പ്രവൃത്തി മൂലം, ആ ഫലം മൂലം ദൈവനാമം മഹത്വപ്പെടുകയാണെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, നമ്മൾ ഫലം കായ്ക്കുന്നത് കൊണ്ട് കർത്താവിന്റെ നാമം മഹിമപ്പെടുകയാണ്. ഇനി അത് മാത്രമല്ല, ജാതികളുടെ ഇടയിൽ നമ്മുടെ പ്രവൃത്തി കണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണമെന്ന് സുവിശേഷങ്ങളിൽ യേശു കർത്താവ് പറയുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് എല്ലാ കാര്യങ്ങളും മറച്ചു ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ചിലതിന് പരിധികളുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണും. അത് നമുക്ക് മറച്ചു വെക്കുവാനായിട്ട് കഴിയില്ല. പക്ഷേ അത് അങ്ങനെയുള്ള പ്രവർത്തികൾ പോലും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമാകണം എന്നത് നമ്മൾ മറന്നു പോകരുത്. അവിടെ എല്ലാം ദൈവനാമം മഹത്വം എടുക്കുകയാണ്. മലമേലുള്ള പട്ടണം മറഞ്ഞിരിക്കുവാനായിട്ട് കഴിയില്ല. കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? ആ വെളിച്ചം എല്ലാവരും കാണും, ആ വെളിച്ചം എല്ലാവരും ദർശിക്കും. നമ്മിലുള്ള വെളിച്ചം അനേകർക്ക് അനുഗ്രഹമായി മാറുമ്പോൾ അത് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് ബീയിങ് ഫ്രൂട്ട്ഫുൾ എന്ന് പറയുന്നത്, നമ്മൾ ഫലം കായ്ക്കുക എന്ന് പറയുന്നത് ദൈവനാമത്തിന്റെ മഹത്വമാണെന്ന് നമ്മൾ അറിയണം. മൂന്നാമതായ ഒരു അനുഗ്രഹം കൂടെ നമ്മൾ ഫലം കായ്ക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ആ വാക്യത്തിൽ തന്നെ, ആ 8 വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണുവാനായി കഴിയുന്ന 7ാമത്തെ വാക്യമാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതെന്താണ് പറയുന്നത്? നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഫലം കായ്ക്കുന്നത് കൊണ്ട് ദൈവസന്നിധി നമ്മൾ ഫലം കായ്ക്കുമ്പോൾ അതിന്റെ ഒരു വലിയ റിസൾട്ട് ആണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചലിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ പരദേശികളായി പാർക്കുന്ന നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ബലം നൽകുന്നതാണ് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നത്. എന്നെ വഴി നടത്തുന്ന ദൈവം എന്റെ ശബ്ദം കേൾക്കുന്നു, എനിക്ക് വേണ്ടി ഉത്തരങ്ങൾ നൽകുന്നു, എനിക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ ആലോചന ദൈവം നൽകുന്നു എന്നത് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതായ കാര്യമാണ്. അത് പ്രാർത്ഥനയുടെ മറുപടിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുന്നതിന്റെ അനുഗ്രഹമാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ മാത്രം ആണ് ഞാൻ ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മൾ അധികം ഫലം കായ്ക്കുകയാണ്. അധികം ഇന്ന് ഫലം കായ്ക്കുന്നതിനേക്കാൾ അധികം ഫലം കായ്പാനാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത്. 2, കർത്താവ് നാമ മഹത്വം എടുക്കുകയാണ്. 3, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം മറുപടി നൽകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലരും ഫലം കായ്ക്കുന്നില്ല. അത് അല്പം നാം ചിന്തിപ്പാനാണ് ഞാൻ അതിൽ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഫലം കായ്ക്കാതെ പോകുന്നത്? സ്തോത്രം. നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, നമ്മൾ വചനം വായിക്കുന്നുണ്ട്, നമ്മൾ കൂട്ടായ്മകളിൽ പോകുന്നുണ്ട്, പലവിധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ why we are not bearing fruit? നമ്മൾ എന്തുകൊണ്ടാണ് ഫലം കായ്ക്കാത്തത്? അതൊരു വലിയ ചിന്തയായിട്ട് നമുക്കത് എടുക്കാം. അത് വലിയൊരു പ്രാർത്ഥനാ വിഷയമായി നമുക്കത് എടുക്കാം. ഞാൻ എന്തുകൊണ്ട് ഫലം കായ്ക്കുന്നില്ല? നമ്മളത് ചിന്തിപ്പാനായിട്ട് നമ്മളെ അതിനെ ദൈവം ശക്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളതിനായി ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ ഗോളത്തിൽ വളരെ ചുരുക്കം ആളുകൾ ആയിരിക്കും 100% ഫലം കായ്ച്ച് ദൈവസന്നിധിയിൽ ഫലപ്പെടുന്നതും പ്രയോജനപ്പെടുന്നതും. സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്, തന്നിൽ ഏകാഗ്ര ചിത്തന്മാരെ ദൈവം നോക്കുകയാണ്, ദൈവസന്നിധി വിശ്വസ്തന്മാരെ ദൈവം നോക്കുകയാണ്.
ഫലം കായ്ക്കുന്ന ആളുകൾ, അതിൽ നമ്മളെ ഓരോരുത്തരും ദൈവം കാണട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശു കർത്താവ് തന്റെ സുവിശേഷങ്ങളിൽ പല 3 ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഫലം കായ്ക്കാത്ത അനുഭവം കർത്താവ് വളരെ വ്യക്തമായി കർത്താവിന്റെ ആത്മഭാരം അല്ലെങ്കിൽ കർത്താവിന്റെ ആ ഗൗരവമേറിയ ആലോചനകൾ ആ സുവിശേഷങ്ങളിൽ നമുക്ക് 3 ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നത് വായിച്ചിട്ട് നമുക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 17 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കും. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ബലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയുമെന്ന് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, അത് കള്ളപ്രവാചകന്മാരും അതുപോലെ കള്ള ദുരുപദേഷ്ടക്കന്മാരും ആയ ആളുകളെ കുറിച്ചുള്ള ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് ആ ഫലങ്ങളെ കുറിച്ചെല്ലാം അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ എല്ലാം നമ്മൾ കാണേണ്ട ഒരു വലിയ ഒരു ദൈവിക സത്യം എന്തെന്നാൽ, ഫലം കായ്ക്കാത്തവയെല്ലാം ദൈവസന്നദ്ധയിൽ അതിനൊരു ദാക്ഷിണ്യമില്ലാതെ, ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ ദൈവത്തിന്റെ ന്യായവിധി അവിടെ ഉണ്ടാകുമെന്നത് വളരെ വ്യക്തമായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാക്യം നാം നോക്കിക്കഴിഞ്ഞാൽ മർക്കോസ് വിശേഷം അതിന്റെ 11-ാം അധ്യായത്തിന്റെ ഒരു ഭാഗമാണ്, 12-ാമത്തെ വാക്യമാണ്. പിറ്റേന്നാൾ അവൻ ബെഥാന്യ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്നും കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ എന്നേക്കും ഒരു ഫലവും തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ശിഷ്യന്മാർ കേട്ടു. എന്നിട്ട് തൊട്ട് താഴെ വീണ്ടും നമ്മളത് 20-ാമത്തെ വാക്യം പോലെ വായിക്കുമ്പോൾ, രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. സ്തോത്രം. നമ്മള് ആ ഭാഗം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അത്തിവൃക്ഷത്തിൽ ഇലയല്ലാതെ മറ്റൊന്നും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വൃക്ഷത്തിൽ ഇലയുമുണ്ട്, ഫലവുമുണ്ട്. എന്നാൽ കർത്താവ് ഫലത്തെയാണ് തെരഞ്ഞത്, ഇലയല്ല തെരഞ്ഞത് എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അതിന് ഒരു വ്യാഖ്യാനം ഞാൻ വായിച്ചത് പഠിച്ചത് ഇങ്ങനെയാണ്. ഇല നമ്മൾ നോക്കുമ്പോൾ ആദർശങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും, അതിന് ചട്ടവട്ടങ്ങളെല്ലാം ആ വൃക്ഷത്തോട് ബന്ധത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലായാലും എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ ഫലം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും, എല്ലാ സംവിധാനങ്ങളും, എല്ലാ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുമ്പോഴും നമ്മൾ ഫലമില്ല എന്നത് വളരെ സങ്കടപൂർവമാണ് നമ്മൾ കാണേണ്ടത്. കർത്താവ് ഫലത്തെയാണ് അന്വേഷിക്കുന്നത്, ഇലയല്ല എന്നത് നമ്മൾ വളരെ വ്യക്തമായി കാണണം. കർത്താവ് ഇവിടെ ചെയ്തതുപോലെ അതിനെ ശപിച്ചു. ഫലമില്ലാത്തത് കൊണ്ട് കർത്താവ് അതിനെ എന്ത് ചെയ്യുകയാണ്? അതിനെ ജഡ്ജ് ചെയ്യുകയാണ്, അതിനെ ജഡ്ജ്മെന്റിലേക്ക് വിടുകയാണ്. അത് ന്യായവിധിയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ് ഫലമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വളരെ ഗൗരവമായി കാണുന്നു എന്നത്. ഒരു വാക്യം കൂടെ, കർത്താവ് പറഞ്ഞ ഭാഗം കൂടെ നമുക്ക് എടുക്കാം. ലൂക്കോസ് വിശേഷം തന്നെ അതിന്റെ സ്തോത്രം 13-ാം അധ്യായത്തിൽ ഒരു ഭാഗം നമുക്ക് വായിക്കാം. 13-6 മുതലുള്ള വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തനൊരു മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്ത് നിഷ്ഫലമാക്കുന്നത് എന്തെന്ന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. അവിടെയും കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്, ഫലം കർത്താവ് അന്വേഷിക്കുന്നു, ഫലം കണ്ടില്ല. എന്നാൽ കൃപയാൽ അവിടെയുള്ള സ്തോത്രം, ആ തോട്ടത്തിന് അരികിൽ ഉള്ളതായ സ്തോത്രം, അത് നോക്കി നടത്തുന്ന വ്യക്തി തോട്ടക്കാരനോട് പറയുകയാണ്, സ്തോത്രം, കർത്താവെ, ഒരു ആണ്ടും കൂടെ നിൽക്കട്ടെ.
ഇനിയും പറയുകയാണ്, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിട്ട് ഒരാണ്ടും കൂടെ നിൽക്കട്ടെ, കായ്ക്കുമെന്ന് നോക്കാമെന്ന് കർത്താവ് അവിടെയും പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, നമ്മൾ ആരും പൂർണ്ണരല്ല. പക്ഷെ നമ്മളിലെല്ലാം കൃപകളും പോരായ്മകളെല്ലാം ഉണ്ട്. പക്ഷേ കൃപയാലാണ് ദൈവം നമ്മളെ ഇന്നും നിലനിർത്തിയിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മിലെല്ലാം കർത്താവ് ഒരുപക്ഷെ പലവട്ടം ഫലം അന്വേഷിച്ചിട്ടുണ്ടായിരിക്കാം. കാണാതെ പോയ സാഹചര്യങ്ങൾ നമ്മിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവം കൃപയാൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഒന്നും കൂടെ കർത്താവ് ഒരാണ്ടും കൂടെ ദൈവം നമ്മളെ നിർത്തിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ഫലം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കർത്താവ് നമ്മളെ ഭൂമിയിൽ വീണ്ടും ആക്കിയിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം, നമുക്ക് പ്രശംസിക്കുവാനോ നമുക്ക് അഭിമാനപ്പെടുവാനോ നമുക്ക് ഉയർത്തപ്പെടുവാനോ നമുക്കൊന്നും തന്നെ ഇല്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കൃപയാൽ നമ്മൾ എഴുന്നേൽക്കുകയാണ്. കരുണയാൽ ദൈവത്തിന്റെ മഹാകൃപയാലാണ് നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുമ്പോൾ ഫലം കായ്ക്കുവാനുള്ള ഒരു അവസരമായിട്ട് നമുക്കത് എടുക്കുവാനായിട്ട് കഴിയണം. അതായിരിക്കാം ദൈവം നമ്മളെ ഓരോ ദിവസവും നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായിരിക്കാം ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം ആയുസ് നൽകുന്നതിന്റെ ലക്ഷ്യം. ദൈവം നമ്മളിൽ ഫലം കായ്പാനുള്ള അവസരമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് നമുക്ക് വിനിയോഗിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇത് 3 ഭാഗങ്ങളിൽ കർത്താവ് ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പല നിലകളിൽ അത് സംസാരിച്ചു. അതിന്റെ ഗൗരവമാണ് ഈ വാക്യങ്ങളിൽ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഫലം കായ്ക്കുന്നത് ആവശ്യമാണ്, വളരെ അത്യാവശ്യമാണെന്ന് കർത്താവ് പറയുകയാണ്. ഇനി ഞാൻ എന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ് ആ പ്രസംഗത്തിന്റെ. എന്തുകൊണ്ടാണ് നമ്മളിൽ ഫലം കായ്പാൻ നമുക്ക് കഴിയാത്തത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടതുപോലെ ഫലം കായ്പാനായിട്ട് കഴിയാത്തത്? ഇനി ഞാൻ എങ്ങനെയാണ് ഫലം കായ്ക്കേണ്ടത് എന്നുള്ള ചിന്തകൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് അറിയുമായിരിക്കാം. പക്ഷേ ദൈവം അതിന് അല്പം കൂടെ നമുക്ക് അറിയാവുന്ന വചനമായിരിക്കാം. പക്ഷെ ഒന്നും കൂടെ ചിന്തിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒന്ന്, കർത്താവ് ആ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ സ്തോത്രം, അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നുണ്ട്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. സ്തോത്രം. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് കർത്താവ് പറയുകയാണ്. അപ്പൊ ഫലം കായ്ക്കാത്തതിന്റെ കാരണം കർത്താവ് അവിടെ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിൽ വസിച്ചാൽ മാത്രമേ നമ്മിൽ ഫലം കായ്ക്കുകയുള്ളൂ എന്നത് കർത്താവ് വളരെ വ്യക്തമായി അവിടെ പറയുകയാണ്. ഈ ഫലം കായ്ക്കുക അല്ലെങ്കിൽ എന്നിൽ വസിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു പദമാണ് അബൈഡ്, അല്ലെങ്കിൽ അബൈഡ് ഇൻ മീ എന്നുള്ള ആ ഒരു പദം. അത് അതിന്റെ പല അർത്ഥങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ നിരന്തരം സ്ഥിരമായി താമസിക്കുക, റിമൈൻ, കണ്ടിന്യൂ, എപ്പോഴും താമസിക്കുന്ന, ഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരവാസക്കാരൻ എന്നുള്ള നിലയിൽ. ഇതെല്ലാമാണ് അബൈഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഗസ്റ്റ് എന്ന നിലയിലല്ല, ഒരു റിലേറ്റീവ് വന്നു പോകുന്ന നിലയിലല്ല, ടെമ്പററി എന്ന നിലയിലല്ല, താൽക്കാലികം എന്ന നിലയിലല്ല, സ്ഥിരമായി അവസാനം വരെയും നിരന്തരമായി താമസിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവ് പറയുന്ന അബൈഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇവിടെ കർത്താവ് ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ടാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ എന്നിൽ വസിക്കണം ആദ്യം, എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളിൽ വസിക്കുകയുള്ളൂ. ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നമ്മുടെ അടുത്ത് വരുന്ന കർത്താവ് പറഞ്ഞത്. കർത്താവ് ആരുടെ ഹൃദയത്തിൽ ഇടിച്ചു കയറുകയില്ല, ആരുടെ വാതിൽ അല്ലെങ്കിൽ ആരുടെ ഹൃദയത്തിൽ ആരുടെയും അനുവാദമില്ലാതെ കർത്താവ് തുറക്കില്ല. നാം തന്നെ ദൈവസ്ഥലിൽ സമർപ്പിക്കപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിൽ വസിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം, നമ്മൾ തന്നെ സമർപ്പിക്കണം, നമ്മൾ തന്നെ താല്പര്യത്തോടെ കടന്നു വരണം. എനിക്ക് ഫലം കായ്ക്കണം എന്ന സമർപ്പണത്തോടെ നമ്മൾ കടന്നു വരുമ്പോഴാണ് ദൈവം നമ്മിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവം ആദ്യമേ തന്നെ നമ്മോട് പറഞ്ഞത്, അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിക്കണം ആദ്യം, എന്നാൽ ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് കർത്താവ് ആദ്യം തന്നെ നമ്മോട് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സമർപ്പണമാണ്, നമ്മളുടെ ആ
ജീവിതത്തിലെ ആഗ്രഹമാണ് ദൈവം പ്രാരംഭമായി പരിശോധിക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ മറക്കരുത്. അബൈഡ് ഇൻ മീ. ഈ പ്രസംഗത്തിന്റെ ആകത്തുകയായി ഒറ്റ വാക്ക് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ ഈ ഒരു വാക്ക് നിങ്ങൾ എടുക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അബൈഡ്, കർത്താവിൽ വസിക്കുക, കർത്താവിൽ നിരന്തരമായി വസിക്കുക എന്നുള്ള ആ ഒരു പദം നമ്മളെല്ലാവരും ഏറ്റെടുക്കുവാനായി ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളെല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് പറയുന്നതിന്റെ ആശയം, അബൈഡ് ഇൻ മീ, കർത്താവിൽ വസിക്കുക എന്നത്. രണ്ടാമത്, ഈ അബൈഡ് ഇൻ മീ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അബൈഡ് ചെയ്യുവാൻ കഴിയുമെന്നത് നോക്കിയാൽ, സ്തോത്രം, ഒരു ഭാഗം നമുക്ക് സങ്കീർത്തനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, സങ്കീർത്തനം 15-ാം അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം, 5 വാക്യങ്ങളെ അതിനകത്തുള്ളൂ. അത് ഒന്ന് വേഗത്തിൽ വായിച്ചു പോയാൽ, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുടുങ്ങിപ്പോകുകയില്ല. അവിടെ ദാവീദ് പറയുകയാണ്, ആര് നിന്റെ കൂടാരത്തിൽ വസിക്കും? ആര് നിന്റെ കൂടാരത്തിൽ പാർക്കും? ആർക്കാണ് അങ്ങനെ ഒരു അനുഭവത്തിൽ നിരന്തരമായി വസിക്കുവാനായിട്ട് കഴിയുന്നത്? നമുക്ക് താഴെ വായിക്കുവാൻ കഴിയുന്നത് വളരെ വ്യക്തമായി ഈ വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. നമ്മളുടെ വിശുദ്ധ ജീവിതമാണ് ദൈവസന്നിധിയിൽ വസിപ്പാനായി നമ്മളെ സഹായിക്കുന്നത്. വിശുദ്ധി ഇല്ലാത്തടത്ത് ദൈവസന്നിധിയിൽ വസിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്ന ഏതൊരു ഭക്തനും ഏതൊരു മനുഷ്യനെയും ദൈവം ആദ്യം തന്നെ നോക്കുന്നത് അവൻ വിശുദ്ധനാണോ എന്നതാണ് ദൈവം നോക്കുന്നത്. സമാഗമന കൂടാരത്തിലേക്ക് നമുക്കറിയാം, പുരോഹിതൻ കടന്നു വരുമ്പോൾ തന്നെ ശുദ്ധീകരിച്ച് വേണം കയറി ചെല്ലുവാൻ. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുവാൻ തീരുമാനമെടുക്കുന്ന ഏതൊരു ഭക്തനോടും ദൈവം ആവശ്യപ്പെടുന്നത് അവരുടെ വിശുദ്ധ ജീവിതമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന് അതിനോട് ചേർന്ന് ചില വാക്യങ്ങൾ വായിക്കാം നമുക്ക്. 1 യോഹന്നാൻ, സ്തോത്രം, 1 യോഹന്നാൻ 2-ാമത്തെ വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് ഉണ്ട്. ഒന്ന് യോഹന്നാൻ 2-ാമത്തെ വാക്യമാണ്. ക്ഷമിക്കണമേ. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാൻ ആയിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാൻ ആകുന്നു. എനിക്ക് തോന്നുന്നു തെറ്റിയാണ് വായിച്ചത്. ക്ഷമിക്കണം, അതല്ല. ഓക്കെ, ഒരു മിനിറ്റ് ക്ഷമിക്കണമേ. 1 യോഹന്നാൻ 2-ന്റെ-27-ാമത്തെ വാക്യം. അവനിൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ സ്തോത്രം, ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ വസിക്കുന്ന ഏത് മനുഷ്യനും ദൈവത്തിന്റെ വചനം അനുസരിച്ച് ദൈവത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കണം എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ദൈവത്തിന്റെ വിശുദ്ധിയാണ് ദൈവം നമ്മെ കുറിച്ച് അതിൽ നിന്ന് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നടന്നതുപോലെ തന്നെ നടക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ 1 യോഹന്നാൻ 3-ന്റെ-6-ാമത്തെ വാക്യം വായിച്ചാൽ, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ
വളരെ വ്യക്തമാണ്. ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനോട് ചേർന്നതിനുള്ള 9ഉം 10ഉം വായിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ആമേൻ. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ദൈവത്തിൽ ജനിച്ച നാം ഓരോരുത്തർക്കും ആമേൻ പാപത്തിൽ തുടരുവാനായിട്ട് കഴിയുകയില്ല. നമുക്കൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഒരുപക്ഷെ കടന്നു വരാം. നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ശരീരം രക്ഷയിലേക്ക് വന്നിട്ടില്ല, നമ്മുടെ ആത്മരക്ഷയിലേക്ക് വന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ടെംപ്റ്റേഷൻസും പലവിധമായ പ്രലോഭനങ്ങൾ ഒരുപക്ഷെ നമ്മൾ പാപത്തിൽ അകപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ വീണാലും ദൈവസന്നിധിയിൽ ആ പാപത്തിൽ അവൻ താൽക്കാലികമായി കടന്നു ചെന്നാലും വേഗത്തിൽ തന്നെ അവന് മടങ്ങി വരുവാൻ അവന് കഴിയും. കാരണം തുടരുവാനായിട്ട് കഴിയില്ല. ആ വാക്യത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, ദൈവത്തിന്റെ വിത്ത് നമ്മളിൽ ഉള്ളത് കൊണ്ട് പാപത്തിൽ തുടരുവാനായിട്ട് കഴിയുകയില്ല. പരിശുദ്ധാത്മാവ്, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകം സത്യത്തിന്റെ പാതയിൽ നമ്മളെ നടത്തുന്നതാണ്. പാപത്തിൽ തുടരുവാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൽ വസിക്കുന്ന ഒരു ഭക്തനും പാപത്തിൽ തുടരുവാൻ കഴിയാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കുറയുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പാപമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമുക്ക് ഫലം കായ്പാനായിട്ട് കഴിയുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട് എങ്കിൽ, പാപത്തിന്റെ അനുഭവം നമ്മൾ തുടരുന്നുവെങ്കിൽ, ദൈവമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ദൈവവചനം പറയുന്നു നമ്മളിൽ ഫലം കായ്പാനായിട്ട് നമുക്ക് കഴിയാത്തതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, പാപം നമ്മിൽ വസിപ്പാൻ ഇടം കൊടുക്കാതെ, പാപത്തെ ജയിക്കുവാൻ, പാപത്തിന്റെ മേൽ പൂർണ്ണമായുള്ള വിജയം നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നാം ദൈവത്തിൽ വസിപ്പാനായിട്ട് ഇടയാകും. പരിശുദ്ധാത്മാവിൽ വസിപ്പാനായി നമുക്ക് കഴിയുവാൻ ദൈവം നമ്മെ സഹായിക്കും. മൂന്നാമത് സ്തോത്രം, ദൈവത്തിൽ നമുക്ക് ഫലം കായ്പാൻ കഴിയാത്തതിന്റെ മറ്റൊരു കാരണവും കൂടെ പറഞ്ഞ് വാക്കുകൾ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. വളരെ വ്യക്തമാണ് ആ വാക്യങ്ങൾ. വ്യാഖ്യാനങ്ങൾ ഇല്ലാതെ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് ദൈവത്തിൽ വസിക്കുന്നവനായി മാറുന്നത്. അതിനോട് ബന്ധത്തിൽ ഒരു വാക്യം, അതിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു വാക്യമാണ് 3-ന്റെ 24-ാമത്തെ വാക്യം. സ്തോത്രം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനും അവനിൽ വസിക്കുന്നു. ഇത് രണ്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കും, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കും. ഇത് രണ്ടും ഒരുപോലെ, രണ്ടും വളരെ ബന്ധപ്പെട്ടാണ് ഈ വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ എല്ലാം ഒരു കൺക്ലൂഷൻ എന്ന നിലയിലാണ് കർത്താവ് പറയുന്നത്. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ നിങ്ങൾ കാത്തുകൊള്ളും. അവിടെ തന്നെ അതിന്റെ 23-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതും യേശു പറയുന്നതാണ്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അത് വസിക്കുന്ന, ദൈവം നമ്മിൽ വസിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മിൽ ഫലം കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവത്തോട് പറയുകയാണ്. നമ്മിൽ ദൈവസ്നേഹം നിറയുമ്പോൾ, നമ്മിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ നമ്മൾ ഫലം കായ്പാൻ ദൈവം നമ്മെ അതിനായി ഒരുക്കുകയാണ്. സ്തോത്രം. ഇത് നമ്മൾ
നമ്മളിത് ഗൗരവമായി എടുക്കണമെന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ, കർത്താവ് തന്നെ പറയുന്നുണ്ട്, പ്രഥമമായ പ്രാഥമികമായ പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് കൽപ്പന തന്നെയാണ് പിതാവാം ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ദൈവ സ്നേഹം നമ്മൾ നിറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് അനുസരിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. ഇത് രണ്ടും ഒരുപോലെ പാരലായിട്ട് പോകുന്ന ഒരു അനുഭവമാണ്. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ അവനിലും പിതാവ് അവനിലും വന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്ന് വാസം ചെയ്യും. അത് തന്നെയാണ് കർത്താവ് ഇപ്പൊ നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിലും പറയുന്നത്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കുന്നു കർത്താവ്. അപ്പം നമ്മൾ ദൈവത്തിൽ വസിക്കുമ്പോൾ, കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ, കർത്താവിന്റെ കൽപ്പനകൾ നാം പ്രമാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫലം കായ്ക്കുവാനായിട്ട് ദൈവം നമ്മെ ഒരുക്കുകയാണ്. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഫലം കായ്ക്കാത്തത്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഫലം കായ്ക്കുന്നില്ലല്ലോ എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. പക്ഷെ കർത്താവ് വളരെ സിമ്പിളായി, വളരെ ലളിതമായി, എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിലാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുക, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുക, നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും ഓട്ടോമാറ്റിക്കലി. അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും അറിയാതെ തന്നെ അതിൽ ഫലം കാണുവാനായിട്ടിടയാകുമെന്നാണ് കർത്താവ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. 3 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നാം തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. നാം തന്നെ സമർപ്പണത്തോടെ, നാം തന്നെ ആഗ്രഹത്തോടെ കടന്നു വരണം. അതാണ് കർത്താവ്, അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിൽ കടന്നു വരും. അത് നമ്മുടെ സ്റ്റെപ്പാണ്. 2, നമ്മുടെ വിശുദ്ധിയാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പാപം ചെയ്യുന്നവൻ ആരും കർത്താവിൽ വസിക്കുന്നില്ല. പാപം ചെയ്യാത്തവ, വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയിൽ മാത്രമേ കർത്താവ് വസിക്കുവാനായിട്ട് കഴിയുള്ളൂ. 3, അവന്റെ കൽപ്പനകളെ നാം അനുസരിക്കണം. നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറന്നു പോകാതെ നമുക്ക് കാണുവാൻ കഴിയുന്ന, നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം യേശുവിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ, മനുഷ്യപുത്രനായി യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു പിതാവിലാണ് വസിച്ചത്. യേശുവിന്റെ എല്ലാ ചലനങ്ങളും പിതാവിൽ അനുസരണമായിട്ടാണ് കർത്താവ് ജീവിച്ചത്. കർത്താവിന്റെ ഒരു വാക്കുകളായാലും, കർത്താവിന്റെ ഒരു പ്രവൃത്തിയായാലും, കർത്താവിന്റെ എല്ലാ അത്ഭുതങ്ങളായാലും എല്ലാം ദൈവത്തിൽ വസിച്ചുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിൽ ചെയ്തത്. ഒരു മനുഷ്യന് പോലും ഒരു മനുഷ്യന് പോലും പറയാൻ കഴിയുകയില്ല, കഴിയാതിരിക്കുകയില്ല. കാരണം യേശു 100% ഭൂമിയിൽ ഫലം കായ്ച്ചാണ് ഭൂമിയിൽ നിന്നും കർത്താവ് വിട്ടുപോയത്. തന്റെ ജീവിതത്തിൽ 3.5 വർഷത്തിൽ, യേശുവിന്റെ വളരെ ചുരുങ്ങിയ ആ 3.5 വർഷത്തിൽ തുടക്കം മുതൽ അവസാനം വരെ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിന്റെ എല്ലാ പ്രവർത്തികളും വളരെ ഫലം കായ്ച്ചാണ് കർത്താവ് പോയത്. കർത്താവ് നമ്മൾ പഠിച്ചതുപോലെ പിതാവിനെ യേശു കർത്താവ് തന്റെ പ്രവർത്തികളിൽ കൂടെ എല്ലാം മഹത്വപ്പെടുത്തി. യേശു അവസാനത്തോളം എടുക്കുമ്പോൾ, കർത്താവിന്റെ പ്രവൃത്തിയുടെ അവസാനത്തോളം വരുമ്പോൾ ഫലം അധികം കായ്ച്ചുകൊണ്ടാണ് കർത്താവ് മുൻപോട്ട് കടന്നു വരുന്നത്. ഇനി യേശുവിന്റെ പ്രാർത്ഥനകളെല്ലാം കർത്താവ് മറുപടി നൽകിയതായി കാണാൻ കഴിയുന്നു. യേശു കർത്താവ് പറഞ്ഞല്ലോ, ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വെച്ച് കർത്താവ് പറഞ്ഞു, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യേശു കർത്താവ് ലാസറിന്റെ കല്ലറയിൽ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞത് കാണാൻ കഴിയുന്നത്. അപ്പോൾ യേശുവിന്റെ ജീവിതത്തിൽ എല്ലാം ഫലം കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം യേശു പിതാവാം ദൈവത്തിൽ വസിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. മനുഷ്യപുത്രനായ യേശു, നമ്മൾ തെറ്റിദ്ധരിക്കരുത്, പിതാവാം ദൈവപുത്രനായ യേശുവിനെ കുറിച്ചല്ല പറയുന്നത്. മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു കർത്താവ് പിതാവായ ദൈവത്തിൽ വസിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു മാതൃക കാണിച്ചിട്ടാണ് ഇതെല്ലാം പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ യേശു നമ്മോടും പറഞ്ഞത്, എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്പാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നതാണ് കർത്താവ് പറയുന്നത്. യേശുവിന്റെ സുവിശേഷങ്ങളിൽ ആ യോഹന്നാനെ തന്നെ യേശുവിന്റെ പ്രവൃത്തിയും വാക്കുകളും എല്ലാം കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കാം നമുക്കത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 10-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വന്തമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. കർത്താവിന്റെ ഓരോ വാക്കുകളും പിതാവിൽ നിന്നാണെന്ന് കർത്താവ് വളരെ വ്യക്തമായി അവിടെ പറയുന്നു. അതുപോലെ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ
ആമേൻ 17-ാമത്തെ വാക്യം നമ്മൾ എടുത്താൽ, ആമേൻ, സ്തോത്രം. യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിന്റെ എല്ലാ പ്രവർത്തികളും പിതാവാം ദൈവത്തിൽ നിന്നുമാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 20-ാമത്തെ വാക്യം, അതേ അധ്യായം 20-ാം വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവർത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തികളാണ് യേശു ഭൂമിയിൽ ചെയ്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനി 5-ന്റെ 30-ാമത്തെ വാക്യം, ആമേൻ, വീണ്ടും കാണുന്നു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ള വിധിയാകുന്നു. നിരവധി വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പ്രവർത്തികൾ, തൻ്റെ വാക്കുകൾ, തൻ്റെ അത്ഭുതങ്ങൾ എല്ലാം പിതാവാം ദൈവത്തിൽ വസിച്ചുകൊണ്ട് ആമേൻ 100% ഫലവത്തായ ആമേൻ ഒരു ക്രിസ്തീയ ജീവിതമാണ് യേശു കർത്താവിന്റെ ആമേൻ ഭൗമിക ജീവിതം കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് നമുക്ക് അവൻ അനുഗ്രഹമാണ്, നമുക്കത് ബലമാണ്. നമ്മിൽ യേശു വസിക്കുമ്പോൾ ആ ബലമാണ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നത്. നമുക്കും ഫലം കായ്പാൻ കഴിയുമെന്നത് കർത്താവ് നമ്മളെ കാണിച്ചു തരികയാണ്. നാം കർത്താവിൽ വസിക്കുമ്പോൾ, കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ, ആമേൻ, കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഫലം കായ്പാൻ കഴിയുമെന്നത് കർത്താവ് നമ്മളെ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ആമേൻ, ഞാൻ എൻ്റെ വാക്കുകളെ ആമേൻ കൺകൂടി ചെയ്യുകയാണ്. ആമേൻ, ഒന്നാമത് അബൈഡ് ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ദൈവത്തിൽ വസിക്കുന്നത് കൊണ്ട് ആമേൻ നമുക്ക് ഫലവത്തായ ഒരു മുന്തിരിവള്ളിയായി നിൽക്കുവാനായിട്ട് കഴിയുമെന്നത് ദൈവം നമ്മളെ ആമേൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ആമേൻ ഞാൻ പറയാത്തൊരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ കൺകൂടി ചെയ്യുകയാണ്. നമ്മൾ ദൈവത്തിൽ വസിക്കുമ്പോൾ ആമേൻ ഫലം കായ്ക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത്. ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 2-ന്റെ 28-ാമത്തെ വാക്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ്. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ആമേൻ, നാം അവനിൽ വസിക്കുന്നത് മൂലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഫലം മാത്രം കൊണ്ടുവരുന്നത് മാത്രമല്ല കർത്താവ് പറയുന്നത്, മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. കർത്താവിന്റെ വരവിൽ നമ്മൾ ധൈര്യത്തോടെ സ്തോത്രം, ലജ്ജിക്കാതെ ദൈവസന്നിധി നമുക്ക് നിൽക്കണമെങ്കിൽ നാം കർത്താവിൽ വസിപ്പാനായിട്ടും കഴിയണം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കർത്താവ് ആ കർത്താവിന്റെ സിംഹാസനത്തിന് മുൻപാകെ ആർക്ക് നിൽക്കാൻ കഴിയും? സ്തോത്രം. നമുക്ക് ലോകപരമായി നമ്മുടെ മുമ്പിൽ നമ്മുടെ നാടുകളിലെല്ലാം കോടതികളുണ്ട്. കോടതിയിൽ കയറുന്നതിന് മുൻപ് എന്തോ നിയമ നടപടികളാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഉദാഹരണത്തിൽ നമ്മൾ കോടതി ഇരിക്കുകയാണെങ്കിൽ ജഡ്ജി വരുമ്പോൾ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, തല കുനിക്കണം. അവിടെ ഒത്തിരി ചട്ടവട്ടങ്ങളെല്ലാം നമ്മൾ പാലിക്കണം. നമുക്കറിയാം അതിന്റെ ആ അന്തരീക്ഷം വളരെ സൈലന്റ് ആണ്, ആർക്കും ശബ്ദിക്കാൻ കഴിയില്ല. അവിടെ ന്യായാധിപനായ ആ ജഡ്ജി വന്നിരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വിസ്തരിക്കുകയും കേൾക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ എൻവയോൺമെന്റ് ആണ്, വലിയൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകുന്നത്. ചിന്തിച്ചു നോക്കുക, അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ ദൈവം നിൽക്കുമ്പോൾ ഒരു വാക്യം ഓർമ്മ വരികയാണ്. എഹെസ്കേലിന്റെ പ്രവചന പുസ്തകം അതിന്റെ 22-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായി ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യനും ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ കാല് നേരെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അത്ര ഭയാനകമായ ഒരു സാഹചര്യമായിരിക്കും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കുക എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് വായിച്ച വാക്യം എത്ര ആശ്വാസം നൽകുന്ന വചനമാണ്.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. നാം അവനിൽ വസിക്കുമ്പോൾ, നിരന്തരമായി നാം അവനിൽ വസിക്കുമ്പോൾ, അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ, അവിടുത്തെ കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമാണ്. ധൈര്യത്തോടെ ദൈവസ്ഥാനം നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും. ആമേൻ. നമ്മൾ അനുദിനമാണ് ദൈവസ്നേഹം അനുഭവിക്കുന്നത്. അനുദിനം ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. അനുദിനം ദൈവത്തിന്റെ സാമീപ്യം നാം അനുഭവിക്കുകയാണ്. അനുദിനം ആമേൻ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് നാം നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ ദൈവമക്കളെ, നാം ഈ വചനം കേൾക്കുമ്പോൾ ആമേൻ, നമ്മൾ എല്ലാവരും ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ദൈവികമായ ആമേൻ, സ്തോത്രം, ആ വലിയ കരുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഉള്ളവരോട് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, അന്നാളിൽ നമ്മളെ ധൈര്യത്തോടെ നിർത്തുന്നത് നാം അവനിൽ വസിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അബൈഡ് ഇൻ മീ, ആമേൻ, കർത്താവിൽ വസിക്കുക എന്നതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ആമേൻ. ഈ ദിവസം ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അതിനായി ഒരുക്കട്ടെ. ആമേൻ, സ്തോത്രം. നമുക്കറിയാം ആമേൻ, നമ്മുടെ കൂട്ടായ്മകളെല്ലാം അല്പ നിമിഷങ്ങൾ അല്ലെങ്കിൽ അല്പ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനുശേഷം എല്ലാം നമ്മൾ ഏകരായി ജോലിക്കും ഏകരായി നമ്മുടെ ഭവനങ്ങളിലും പല നിലകളിൽ നമ്മളെല്ലാം ആയിരിക്കുമ്പോഴും നമുക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന, നമുക്ക് എപ്പോഴും നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്ന ഒരു ആത്മീകമായ ഒരു അനുഭവമാണ് അവനിൽ വസിച്ചുകൊണ്ടായിരിക്കുക എന്നത്. കർത്താവിൽ വസിച്ചുകൊണ്ടായിരിക്കാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു അനുഭവമാണ് മോശയുടെ ജീവിതം. മോശ 40 ദിവസം സിനായ് മലയിൽ ദൈവത്തിന്റെ മുഖാമുഖമായി കണ്ട് സംസാരിച്ച്, ഒരു മനുഷ്യനോട്, കൂട്ടുകാരനോട് സംസാരിച്ചതുപോലെ ദൈവസന്നിധിയിൽ സംസാരിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് ഒരു അബൈഡിങ് ആണ്. അതൊരു നിരന്തരമായി വസിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അപ്രകാരമുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിൽ വന്ന് വസിക്കും. ആമേൻ. യേശു കർത്താവ് മാത്രമല്ല, നമ്മൾ വായിച്ച വാക്യങ്ങളിലെല്ലാം നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ പിതാവായ ദൈവം വന്ന് വസിക്കുകയാണ്. ഇനി നമുക്ക് 14-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളോട് വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് വസിക്കുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം നമ്മളെ ആക്കി തീർത്തത്. ഇത്ര മഹനീയമായ ഒരു ആത്മീക അനുഭവമാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഈ ദിവസം നമ്മൾ ഈ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമായി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുവാൻ. സ്തോത്രം. ദൈവം തിരയുന്നത് ഫലമാണ്. ദൈവം നമ്മിൽ ഫലം കായ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. 100% ഫലം കായ്ക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അവനിൽ വസിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുദിനം നടത്തുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. അവനിൽ വസിച്ചുകൊണ്ട് അനുദിനം വസിപ്പാൻ, ദൈവനാമത്തിന് മഹത്വത്തിനായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രിയ താമരദാസിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഫലം കായ്ക്കുക എന്ന് പറയുന്നത് ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ മക്കൾ ഫലം കായ്ക്കുന്നവരായി തീരണമെന്നുള്ളത്. അത്തിവൃക്ഷത്തെ തനിക്ക് വിശന്നപ്പോൾ ആ അത്തിയിൽ എന്തെങ്കിലും കാണും എന്നുള്ള ആഗ്രഹത്തോടുകൂടി യേശുക്രിസ്തു അത്തി നോക്കിയപ്പോൾ ഒരു ഫലം പോലും കാണുവാൻ കഴിഞ്ഞില്ല. ഞാനത് കേട്ടപ്പോൾ ഇപ്രകാരമാണ് ചിന്തിച്ചത്. ഫലം കായ്ക്കുന്നത് നമ്മുടെ സൗകര്യത്തിന്, നമുക്ക് ആവശ്യമുള്ള സമയത്തല്ല ഫലം കായ്ക്കേണ്ടത്.
കർത്താവ് നമ്മളെ നോക്കുന്ന ഒരു സമയമുണ്ട്. അവൻ ആ സമയത്താണ് നമ്മളിൽ ഫലം കായ്ക്കേണ്ടത്. എന്നാൽ ഈ സമയം എപ്പോഴാണെന്നുള്ളത് ആർക്കും മനസ്സിലാകത്തില്ല. എന്നാൽ തന്നിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എപ്പോഴാണ് ഫലം കായ്ക്കേണ്ടതെന്ന് മനസ്സിലാകുകയുള്ളൂ. ഒരു മുന്തിരിവള്ളി നട്ടു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല ഫലം കായ്ക്കുന്നത്, അല്ലെങ്കിൽ 12 മാസവും അത് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയല്ല. അതിനൊരു സീസൺ ഉണ്ട്. ആ സീസണിൽ തോട്ടക്കാരൻ വരുമ്പോൾ ആ മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മുന്തിരിവള്ളി നട്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അതിന് വേണ്ടതായ കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് വേണ്ടി നിത്യജീവൻ നൽകിയിരിക്കുകയാണ്, നമുക്ക് രക്ഷ നൽകിയിരിക്കുകയാണ്. ആമേൻ. ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പോലെ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ നിറച്ചതിന്റെ ഉദ്ദേശം കർത്താവ് നോക്കുന്ന സമയത്ത് നമ്മളിൽ ഫലമുള്ളവർ